Okay, next is trial and error method. The one equation is given here. That's it. So you have to find the value. What is the value of x? X in the value എന്തൊന്നാണ് കണ്ടുപിടിക്കണം. So here they are asked using trial and error method find the value of x. So first write x equal to 0. What is that? നമ്മുടെ x 0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ in the place of x write 0. 0 plus 7. Is it 10? No. Not equal to 10. അപ്പോൾ എന്ത് എഴുതണം? x equal to 0 is not a solution. ഇനി അപ്പോൾ x equal to 0 സൊല്യൂഷൻ ആയില്ല. ഇനി അടുത്ത് എന്താ എടുക്കണം? x equal to 1. എക്സിൻ്റെ വാല്യൂ 1 എടുക്കണം. ഇത് നോക്കിക്കേ, 1 plus 7 equal to 8. 1 plus 7 is 8. But നമ്മുടെ ആൻസർ ഏതാ? 10. So it is not equal to 10. ഇവിടെ നേരത്തെ ഒന്ന് പഠിച്ചില്ലേ, LHS is not equal to RHS. ഇത് എഴുതാം. LHS is not equal to RHS. Therefore, x equal to 1 is not a solution. അപ്പോൾ 0 ഇട്ട് നോക്കി, നമുക്ക് 10 കിട്ടിയില്ല. അടുത്ത ഏതിട്ടു? എക്സിന് 1 ഇട്ട് നോക്കി, 10 കിട്ടിയില്ല. ഇനി അടുത്ത x equal to 2. Here 2 plus 7 equal to 2 plus 7 എത്രയാ? 9. 9 not equal to 10. 9 10 ആണോ? ഇല്ല. അപ്പോൾ LHS is not equal to RHS. Therefore, x equal to 2 is not a solution. Not a solution. ഇനി അപ്പോൾ നമ്മുടെ ആരൊക്കെ ഫസ്റ്റിൽ x equal to 0 ഇട്ട് നോക്കി, 10 കിട്ടിയില്ല. x equal to 1 ഇട്ട് നോക്കി, 10 കിട്ടിയില്ല. അടുത്ത x equal to 2 ഇട്ട് നോക്കി, 10 കിട്ടിയില്ല. ഇനി x equal to 3. So that is 3 plus 7. 3 plus 7 is 10. Equal to 10. അപ്പോൾ ഇത് നോക്കിക്കേ, LHS equal to RHS. LHS equal to RHS. LHS ഉം RHS ഉം ഈക്വൽ ആയി. അതുകൊണ്ട് x equal to 3 is a solution. This is called trial and error method. ഇതിനെയാണ് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതായത് നമ്മൾ ഓരോ നമ്പേഴ്സ് എക്സിന് ഓരോ വാല്യൂ ഇട്ട് വരും. വാല്യൂ ഇട്ട് വന്ന് നമ്മുടെ LHS ഉം RHS ഈക്വൽ ആണെന്ന് നോക്കും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ നമുക്ക് ഒരു വാല്യൂവിൽ LHS ഈക്വൽ ടു RHS കിട്ടും. ഇതിനെയാണ് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ? വാട്ട് ഈസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മനസ്സിലായോ? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ മാറി മാറി വരുമെന്ന്. ദ വേരിയബിൾ ഈസ് ചേഞ്ച്. വാല്യൂ ഓഫ് ദ വേരിയബിൾ ഈസ് ചേഞ്ച് ആവും. ഓക്കെ, എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2, അങ്ങനെ നമ്മുടെ വാല്യൂ മാറി മാറിയിട്ട് LHS ഈക്വൽ ടു RHS ആക്കുമ്പോഴാണ് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. You can see another one problem. Okay, we can see another one problem. Next problem, 5p plus 2 equal to 17. അടുത്ത ക്വസ്റ്റ്യൻ ഏത്? 5p plus 2 equal to 17. Here we for what we want to find the value? ഏതിനാണ് നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? pക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ pക്ക് ഓരോ വാല്യൂസ് ഇട്ട് നോക്കുക. സോ ഫസ്റ്റ് റൈറ്റ് p equal to 0. pയുടെ വാല്യൂ എത്രയാ? 0 ഇട്ട് നോക്കണം. അപ്പോൾ 5 into 0 plus 2. What is that? 5 into 0 plus 2. 5 into 0, 0 plus 2. That is 2. Not equal to 17. Therefore, LHS not equal to RHS. Therefore, P
p equal to 0 is not a solution. Then next problem. Put p equal to 1. അടുത്തത് ആരെ കൊടുക്കണ്ടേ? p equal to 1 കൊടുക്കാം. 5 into 1 plus 2. What is the answer? 5 into 1 plus 2. 5 into 1 is 5 plus 2 equal to 7. Not equal to 17. That is LHS not equal to RHS. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വാല്യൂ പിക്ക് ഓരോ വാല്യൂ ഇട്ട് നോക്കുകയാണ്. p equal to 1 is not a solution. Next, p equal to 2. അപ്പോൾ p equal to 1 അതിൻ്റെ വാല്യൂ അല്ല. അപ്പോൾ p equal to 2 ഇട്ട് നോക്കാം. 5 into 2 plus 2. 5 2s are 10. 10 plus 2, 12. That is 12 not equal to 17. So LHS not equal to RHS. Therefore, P equal to 2 is not a solution. And then P equal to 3. So 5 into 3 plus 2. 5 3s are 15 plus 2, 17. 17. So LHS equal to RHS. അപ്പോൾ ഇവിടെ ആരാ പിയുടെ വാല്യൂ ആരായിട്ട് വരുമെന്ന് 3. Therefore P equal to 3 is a solution of the given equation എന്ന് എഴുതാം. Solution of a given equation എന്ന് എഴുതാം. Oh, what we write? നമ്മൾ ഏതൊക്കെ വാല്യൂ ഇട്ട് പിക്ക് 0 ഇട്ട് നോക്കി, 1 ഇട്ട് നോക്കി, 2 ഇട്ട് നോക്കി. പക്ഷെ ഇത് സൊല്യൂഷൻ ആവുന്നില്ല. ലാസ്റ്റിൽ ആരെ കൊടുത്തത്? p ഈക്വൽ ടു 3. പിയുടെ വാല്യൂ 3 കൊടുത്തപ്പോൾ നമുക്ക് അതൊരു സൊല്യൂഷനായിട്ട് കിട്ടി. അതാണ് ടീച്ചർ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? LHSഉം RHSഉം ഈക്വൽ ആയിരിക്കണം. LHSന്റെ വാല്യൂ RHSന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. എങ്കിലേ നമുക്ക് അവിടെ ഒരു നടുക്കൊരു ഈക്വൽ ടു സൈൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? നോട്ട് ഈക്വൽ ടു എന്ന് റൈറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സോൾവ്. Next is solve. Solve the following equations. Sometimes the question they will ask, solve the following equations. ഈ സോൾവ് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ വേറെ കുറച്ച് റൂൾസ്. വി വാണ്ട് ടു സ്റ്റഡി സം റൂൾസ് that you studied in integer. നമ്മുടെ ഇൻറ്റീജറിൽ പഠിച്ചിട്ടുണ്ട്, എന്നാലും ടീച്ചർ ഒരിക്കൽ കൂടെ റീകോൾ ചെയ്ത് തരാം. വി ക്യാൻ റീകോൾ ദ ഫോം. there is an equal to ന്റെ ഫ്രണ്ടിൽ LHS പ്ലസ് ആയിരുന്നു, അത് RHSലോട്ട് പോകുമ്പോൾ ഈക്വൽറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ അത് ആരാകും? മൈനസ്. അഡിഷൻ സബ്ട്രാക്ഷൻ ആകും, സബ്ട്രാക്ഷൻ അഡിഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകും. റിവേഴ്സിലും വരും, ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അഡിഷൻ സബ്ട്രാക്ഷൻ ആകും, സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകും, സബ്ട്രാക്ഷൻ അഡിഷൻ ആകും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകാം, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകും. These are the important rules. You have to understand these rules and do the problem. Okay. This you can do. You want to recall these rules. Then you can do the problem very easy. നമ്മൾ ഇത്രയും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വാല്യൂ കണ്ടുപിടിക്കാം. സോൾവ് ദ ഫോളോയിങ്. Then you have to find the value of x, y, what is given, the variable. You have to find the value of the variable. Okay. Using this, we can start the problem. Okay. First question, p plus 4 equal to 5. They will ask the question as solve the following or find the value of.
അപ്പോൾ p plus 4 equal to 5. നമുക്ക് ഇവിടെ 4 we can write this formula here. Multiplication equal to division. Division becomes multiplication. Okay, keep it there. Here p plus 4 equal to 5. That is p ന്റെ കൂടെ 4 ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് p നെ അവിടെ വെച്ചിരിക്കാം. Keep p as still. 5. This plus 4 goes other side of the equal to, what happened? Plus goes other side of equal to, that becomes minus. Minus 4. So p equal to 5 minus 4. 1. Okay. Next. The second question. M minus 7 equal to 3. We want to find the value of m. So keep it m equal to 3 minus 7. Minus goes other side of equal to, what happened there? Plus. Minus becomes plus. That is plus 7. Therefore m equal to 10. Understand? ഇവിടെ ഇരുന്ന പ്ലസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോയപ്പോൾ ആരായി becomes, it will becomes minus. Here the minus goes other side of the equal to, it will become plus. Understand these two rules? Next is third one. M by 5 equal to 2. M by 5 equal to 2. By means division. ഇവിടെ m നെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ keep m here. 2 division goes other side, what happened? That is multiplication. So into 5. So m equal to 10. Understand? Next. Question number 4. 2m equal to 8. 2m equal to 8. That is 2m means 2 into m. 2 into m equal to 8. Here see m, 2 multiply, 2 into, that is multiplication. Multiplication goes other side, it will become division. So 8 by 2, that is 4. M is 4. Understand this? Then fifth question. നമ്മൾ ഇത്രയും ഈ റൂൾസ് വെച്ച് ഇനി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ എല്ലാം മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റൂൾസ് എല്ലാം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3m by 5 equal to what? 6. 3m by 5 equal to 6. 3m, that is multiplication, by 5 division equal to 6. ഇവിടെ ഏതൊക്കെ റൂൾ വരുന്നു? മൾട്ടിപ്ലിക്കേഷൻ റൂൾ വരുന്നു, മൾട്ടിപ്ലിക്കേഷൻ വരുന്നു, ഡിവിഷൻ വരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പോൾ 3m equal to 6. See here very carefully. This 5 goes other side. 5 is division. 5 goes other side. What happened? Multiplication into 5. That is 3m equal to 6 5s are 30. Now 3m equal to 30. Here which one? Multiplication. So m equal to 30. Multiplication goes other side. It will become division. 3. So m equal to 30 divided by 3. What is the value 30 divided by 3? 10. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് നമ്മുടെ രണ്ട് റൂളാണ്, രണ്ടെണ്ണം ചേർത്തിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അണ്ടർസ്റ്റാൻഡ്? Then next one. Next one is ഡിസൈനിങ് റൂൾ ഒബേ ചെയ്യാണ്.
Next one is p by 2 plus 2 equal to, sixth problem, p by 2 plus 2 equal to 8. P by 2 plus 2 equal to 8. Here one addition, another one division. See, so keep it. Take it. P plus 2 equal to 8. Then 2 goes there into 2. So P plus 2 equal to, sorry, what we want to do? First, we want to addition becomes subtraction. P by 2 equal to 8 plus 2, other side goes minus 2. Addition ആരായിട്ട് വന്നു? Subtraction ആയിട്ട് വന്നു. So P by 2 equal to 6. Okay. Now division. P equal to 6 into 2. Division goes other side, addition. And division goes other side, multiplication. So P equal to 12. P equal to 12. So here, see here, P by 2, plus 2 goes other side, it will become minus 2. 8 minus 2 is 6. Now P by 2 equal to 6. This 2 is the division. So goes other side, it will become multiplication. So P equal to 12. Understand this one? Very easy. Like a game. നമ്മുടെ ഇത് എന്തോ ചെയ്യണം, ഇത്രയും ക്ലിയർ ആക്കി, ഈ റൂൾസ് ഇത്രയും ക്ലിയർ ആക്കി വന്നാൽ നമുക്കൊരു ഗെയിം പോലെ ചെയ്തെടുക്കാം. ടഫ് അല്ല. നമ്മൾ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവും. ഓക്കെ, ആഫ്റ്റർ പ്രാക്ടീസിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. You do more than 2, 3, 4 problems, you can do very easy. You can do any problem. Okay. Then, okay, we can continue the class. Then, seventh problem. Seventh problem. Z by 3 equal to 5 by 4. Z by 3 equal to 5 by 4. Here, both are fraction numbers. And LHS and RHS division again. Very easy. Z by 3 equal to 5 by 4. You know cross multiplication? Cross it. So 4Z equal to 5 into 3. 4Z equal to 5 into 3. That is 4Z equal to 5 3s are 15. Then Z equal to 15 divided by 4. Z, what is the value of Z? 15 divided by 4. And രണ്ട് ഫ്രാക്ഷൻ LHSലും RHSലും രണ്ട് ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യണം? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് ഹിയർ ഡോണ്ട് ഡു ലൈക്ക്. ഇവിടെ എന്താ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു അഡിഷനും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. നെക്സ്റ്റ്, next problem. Ninth problem. 2 into x plus 4 equal to 12. 2 into x plus 4 equal to 12. Here what is multiplication? Inside the bracket there is one addition. One now. LHS and RHS. First,
multiply 2 with what is given inside. So 2 into x, 2x plus 2 into 4, 8. 2 into x, 2x plus 2 into 4, 8 equal to 12. Equal to 12. Then 2x equal to 12 plus 8 goes other side of equal to, that becomes minus 8. So 2x equal to 12 minus 8. What is the value 12 minus 8? 4. Then x equal to 4. 2 multiplication. 2 is in multiplication. So multiplication goes other side. That will become division. That is equal to 2. Value of x is 2. Okay. Next is 9th problem. Problem number 9. 4 equal to 5 into p minus 2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. എൽ എച്ച് എസിന് ആർ എച്ച് എസ് ആക്കാം, ആർ എച്ച് എസിന് എൽ എച്ച് എസ് ആക്കാം. സോ ദാറ്റ് ഈസ് 5 ഇൻറ്റു പി മൈനസ് 2 ഈക്വൽ ടു 4. എൽ എച്ച് എസിന് ആർ എച്ച് എസ് ആക്കി, ആർ എച്ച് എസിന് എൽ എച്ച് എസ് ആക്കി. ഇനി വി ക്യാൻ ഡു ലൈക്ക് ദിസ് ഇൻ ദ 8th problem. 5 into p, 5p, 5 into p, 5p, 2 into 5, 5 into 2, 5 2s are 10, equal to 4. Next, 5p equal to 4 minus 10 goes other side, it will become plus 10. So 5p equal to 4 plus 10, 14. Okay. So p equal to 14. 5 becomes multiplication becomes division. So that is 5. 14 by 5. Understand this one? നമ്മൾ എന്തോ ചെയ്തു, എൽ എച്ച് എസിന് ആർ എച്ച് എസ് ഒക്കെ എടുത്തു. ആർ എച്ച് എസ് എൽ എച്ച് ഓപ്പോസിറ്റ് ആയിട്ട്. ഇനി അടുത്ത് നമ്മൾ സാധാ ചെയ്തതുപോലെ ബ്രാക്കറ്റിൻ്റെ പുറത്തിരിക്കുന്ന നമ്പർ കൊണ്ട് ബ്രാക്കറ്റിനകത്തിരിക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അത് കഴിഞ്ഞ് പ്ലസ് മൈനസിന് പ്ലസ് ആക്കി എടുത്തു. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. നെക്സ്റ്റ് പ്രോബ്ലം 10th problem. See the 10th problem. Problem number 10. 16 equal to 4 plus 3 into t plus 2. T plus 2. 16 equal to 4 plus t into 4 plus 3 into t plus 2. 9th problem നമ്മൾ എന്തോ ചെയ്തു, അതിനിങ്ങനെ എൽ എച്ച് എസിന് ആർ എച്ച് എസ് ആക്കി, ആർ എച്ച് എസിന് എൽ എച്ച് എസ് ആക്കി അല്ലേ. അതുപോലെ നമുക്ക് ഇതിനെയും ചേഞ്ച് ചെയ്യാം. 4 plus 3 into t plus 2 equal to 16. Okay, write like this. Then 4 plus 3 into 2, 3 into t, 3t plus 3 into 2, 6 equal to 16. Here 2 constant is here. 4 and 6 on, 2 constant values. So add it. 3t plus 4 plus 6, 10 equal to 16. Next, 3t equal to 16 plus goes other side minus. So 3t equal to 6. Then t equal to 6 by 3. Multiplication goes other side, division. That is t equal to 2.
once again see here നമ്മുടെ തിരിച്ചെടുത്തു. ഇതുപോലെ ചെയ്താൽ there is no problem. When you do keep it like this and doing the problem, there is no problem. So for your better, I am converting this LHS into RHS, RHS into LHS. Okay, that is 4 plus 3 into t plus 2 equal to 16. Then 4 plus, yeah, you want to multiply the number. 3 into 2, t, not 2t. 3 into t, 3t plus 3 into 2, 6 equal to 16. Then 3t plus, from where we get this 10? 2 constant number. Two constant number. There is 2 constant number. So add this constant. So 4 plus 6, 10 equal to 16. 3t equal to 16 plus goes other side minus, that is minus 10. 16 minus 10 is 6. That is 3t equal to 6. That t equal to 6 by 3. That is t equal to 2. Here I gave 10 different types of problems. When you study this 10 problems, you can do your exercise problems. Okay? നമ്മുടെ ടീച്ചറെ എത്ര 10 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അഡിഷൻ മാത്രമുള്ളത്, സബ്ട്രാക്ഷൻ മാത്രമുള്ളത്, അഡിഷനും സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചേർന്നത് തന്നു, മൾട്ടിപ്ലിക്കേഷൻ മാത്രമുള്ളത് തന്നു, ഡിവിഷൻ മാത്രം, അങ്ങനെ മിക്സ് ചെയ്തെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 10 different types of problems and explain how to solve. After studying these problems, you do your work exercise problems. Okay, what is given in your textbook? നമ്മുടെ ഇതെല്ലാം നീറ്റായി പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സസൈസ് എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.